തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കിടെ ഗുരുതരമായ വീഴ്ച. മുഴ നീക്കം ചെയ്തതിനിടെ രോഗിയുടെ മുതുകിൽ കയ്യുറ ഗ്ലൗസ് തുന്നിച്ചേർത്തു. ജനറൽ ആശുപത്രിയിലെ പ്രധാനപ്പെട്ട ഡോക്ടറാണ് ശസ്ത്രക്രിയ ചെയ്തതെന്നും പോലീസിന് പരാതി നൽകിയിട്ടുണ്ടെന്നും പരാതിക്കാരൻ ഷിനു. നമുക്ക് ഷിനുവിന്റെ വാക്കുകൾ കേൾക്കാം ആദ്യം. ശരി, നമുക്ക് ഷിനുവിന്റെ വാക്കുകൾ നമുക്ക് അല്പസമയത്തിനകം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും. അതിനു മുൻപ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് തേടാം. ജിബിൻ ജെ ബി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജിബിൻ, പറയൂ, ഇത് ഗുരുതരമായ ഒരു പരാതിയാണ്. ഗ്ലൗസ് ഒക്കെ തുന്നി ചേർത്തു എന്ന് പറയുന്നത് എന്താണ് ഷിനു പറയുന്നത്? ജിബിൻ കേൾക്കുന്നില്ല. ഭീമാപ്പള്ളി സ്വദേശിയായിട്ടുള്ള യുവാവാണ് ഈ തിരുവനന്തപുരം ജില്ലാ ആശുപത്രിയിൽ ശസ്ത്രക്രിയക്കിടെ മുഴമാറ്റൽ ശസ്ത്രക്രിയക്കിടെ ഇത്തരത്തിലൊരു ഗ്ലൗസ് രോഗിയുടെ ശരീരത്തിനുള്ളിൽ അകപ്പെട്ടതായി ഇപ്പോൾ പരാതി പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഈ യുവാവ് എന്തായാലും ഇപ്പോൾ പരാതിയുമായി ആശുപത്രിയിൽ നിലവിൽ എത്തിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ആശുപത്രി അധികൃതർ നൽകുന്ന അതായത് സൂപ്രണ്ട് നമ്മോട് പ്രതികരിച്ചിരിക്കുന്നത് ഈ ഒരു അതായത് ഇയാളുടെ ഈ മുഴയുടെ അസുഖവുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷൻ ചെയ്തതിനു ശേഷം ഇത്തരത്തിൽ അകത്തു നിന്നുള്ള പഴുപ്പ് പുറത്തു പോകുന്നതിന് വേണ്ടിയിട്ട് റുയിൻ എന്ന് പറയുന്ന ഒരു സാധനം ഈ ഒരു തുന്നി ചേർക്കുന്നതിന്റെ കൂടെ വയ്ക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അത് വലിയ വിലപിടിപ്പുള്ള ഒരു വസ്തുവാണ്. അത് ഈ യുവാവിന് അത് അഫോർഡ് ചെയ്യാൻ സാധിക്കില്ല എന്ന് കണക്കിലെടുത്താണ് ഈ ഒരു ഗ്ലൗസിന്റെ ഒരു ഭാഗം ഇത്തരത്തിൽ ഈ പഴുപ്പ് പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ തുന്നലിന്റെ ഭാഗമായി കൂട്ടിച്ചേർത്തിരിക്കുന്നതെന്നാണ് ഈ ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത്. ഇത് ഇവിടെ നിന്ന് മാറ്റി, അതായത് ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ തന്നെ ഈ ഒരു ഗ്ലൗസിന്റെ ശരി ജിബിൻ, ഞാൻ ജിബിനിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ ആശുപത്രി സൂപ്രണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം നൽകുന്നുണ്ട്. അദ്ദേഹത്തിന് പറയാനുള്ളത് കേൾക്കാം. ഒന്നുമില്ല, സാധാരണ നമ്മളതിന് ടിക്കറ്റിൽ ഗ്ലൗ ട്രെയിൻ പ്ലസ് എന്നിങ്ങനെ എഴുതും, നമുക്കറിയാൻ വേണ്ടി. ഇയാൾ രണ്ടാമത്തെ വരുമ്പോൾ ട്രെയിൻ ഉണ്ടായിരുന്നു എന്ന് അറിയാൻ വേണ്ടി. അത് എഴുതിയോന്ന് എനിക്ക് അറിഞ്ഞൂടാ, അത് അത്രേ ഉള്ളൂ. അതിനകത്ത് കടലാസ് കണ്ടാലേ അറിയാം. അത് എഴുതിയത് എല്ലാം സെയിമാണ്. അത് ഇങ്ങനെ എടുത്തെങ്കിൽ മാറ്റാൻ പറ്റുന്ന ഒരു ചെറിയ ഗ്ലൗസിൻ്റെ അറ്റം വെട്ടിയിട്ട് അതിനകത്തോട്ട് വെച്ചു, അത്രേ ഉള്ളൂ. നിങ്ങൾ പേഷ്യൻ്റിൽ നമ്മളിങ്ങനെ എനിക്കറിഞ്ഞൂടാ, എന്നെ വന്നിട്ടില്ല. ശനിയാഴ്ച ആയിരിക്കും. ഈ ശനിയാഴ്ച അല്ല, അതിന് മുമ്പ് ശനിയാഴ്ച. ഏത് ശനിയാഴ്ചയാണ്? ശനിയാഴ്ചകളാണ് നമ്മൾ ഈ മൈനർ പ്രൊസീജിയേഴ്സ് ചെയ്യുന്നത്. ഒന്നുമില്ല, സാധാരണ ഒരു ഓപ്പറേഷൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്, അത്രേ ഉള്ളൂ. ഇതിനകത്ത് ടെക്നിക്ക് വെച്ചായാലും ഒന്നും യാതൊരു അബ്നോർമൽ ആയിട്ട് ഉള്ള ഒരു വിഷയമേ അല്ല. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഗ്ലൗസിന്റെ ഭാഗം തന്നെയാണ്, ഗ്ലൗസ് തന്നെയാണ്, വേറൊന്നുമല്ല. ഗ്ലൗസ് വെക്കാൻ കാരണം ഗ്ലൗസ് സ്റ്റെറൈലാണ്, സ്റ്റെറൈൽ പാക്ഡ് സ്റ്റെറൈൽ സാധനമാണ്. അതിൻ്റെ ഒരു അറ്റം വെട്ടി വെച്ചാൽ നമുക്ക് വേറെ ഇതാക്കണ്ട, വേറെ സ്റ്റെറിലൈസ് ചെയ്യണ്ട. ട്രെയിൻ വാങ്ങിക്കുകയാണെങ്കിലും ട്രെയിൻ സ്റ്റെറൈലാണ്, പക്ഷേ 800,000 രൂപ വിലയുണ്ട്. അത് അയാൾ വാങ്ങിച്ചെന്നാൽ അത് വെക്കുമായിരുന്നു, അത്രേ ഉള്ളൂ. പിന്നെ ഞാനത് പറഞ്ഞിട്ട് അടുത്ത ദിവസം എടുത്ത് കളയണമെന്ന് പറഞ്ഞിട്ടല്ലേ വിടുന്നത്, എല്ലാം പറഞ്ഞിട്ട് തന്നെ. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വന്നെന്ന് എനിക്കറിയാം. നിങ്ങളിത് കുറച്ചും കൂടെ ഒന്ന് എന്താ പറയുക, സത്യാവസ്ഥ ഒന്ന് അന്വേഷിക്കണമായിരുന്നു എന്താണ് എന്നുള്ളത്. വളരെ നോർമൽ പ്രൊസീജിയർ, നോർമലി ഡൺ. അതിന് പിന്നീട് വല്ല എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് വരണമായിരുന്നു പേഷ്യൻ്റ്. ശസ്ത്രക്രിയ ചെയ്ത ഭാഗത്തു നിന്ന് വീണ്ടും പഴുപ്പും നീരൊക്കെ പുറത്തു വരുന്നു. അസഹ്യമായ വേദന കൊണ്ടാണ് ഇത്തരത്തിൽ പരിശോധിച്ചതെന്നാണ് പരാതി പറഞ്ഞിട്ടുള്ളത്. ശനിയാഴ്ച ചെയ്ത കേസാണ്. ശനി ഞായർ നിങ്ങൾ ചൊവ്വയല്ലേ ആയുള്ളൂ. അപ്പോൾ അതിൻ്റെ സാധനം ടെസ്റ്റ് ചെയ്യാൻ വിട്ട് കാണും. ഗ്ലൗ ഡ്രെയിൻ പ്ലസ് എന്ന് ഇവിടെ എഴുതി വെച്ചേക്കുന്നു. ഇത് വെച്ചിട്ടാണ് ഗ്ലൗ ഡ്രെയിൻ പ്ലസ് എന്ന് ഈ റെക്കോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനത് കണ്ട പോലും അല്ല, ഇപ്പോഴാണ് ഈ റെക്കോർഡ് കാണുന്നത്. ഡ്രെയിൻ പ്ലസ് എഴുതി. ഇത് നോർമൽ പ്രൊസീജിയറാണ്. അല്ലേ, എന്തെല്ലാം എഴുതിയിട്ടുണ്ടോ? അല്ലേ, അവൻ പേരെന്താ? ഷീനു. അല്ല, അത് റെക്കോർഡറാണ്, ഇവിടെ റെക്കോർഡ്. അപ്പോൾ കേട്ടിലും എഴുതി കാണും. പിന്നെ തിരക്കിൻ്റെ ഇടയിൽ ചിലപ്പോൾ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചെയ്യുന്നെങ്കിലും എഴുതുന്നത് ഔസർജനായിരിക്കും, ഔസർജനോ PG ആയിരിക്കും. അപ്പോൾ അവർ ചിലപ്പം എഴുതുന്നതിൽ ഗ്ലൗ ഡ്രെയിൻ പ്ലസ് എന്ന് എഴുതാൻ വിട്ടുപോയി കാണും.
അതിൽ കാര്യമില്ല, അത് നമുക്കറിയാൻ വേണ്ടിയാണ്, പേഷ്യൻ്റ് അറിയാൻ വേണ്ടിയല്ല. പേഷ്യൻ്റ് അടുത്ത് പക്ഷേ കൃത്യമായിട്ട് ഞാൻ നല്ല ഓർക്കുന്നുണ്ട്, എൻ്റെ ഹൗസറിനോട് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞ് ഇത് മാറ്റണം എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ശരി, OP ആണ്. ആശുപത്രി സൂപ്രണ്ടിന്റെ വിശദീകരണമാണ് നമ്മൾ കേട്ടത്. ഇതിൽ അസ്വാഭാവികതയൊന്നുമില്ല. കൃത്യമായി ആ കുറിപ്പടിയിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഇത് ഗ്ലൗസ് ആണ്, ഗ്ലൗസിന്റെ ഭാഗം തന്നെയാണ് തുന്നിച്ചേർത്തിട്ടുള്ളത്. കാരണം ഗ്ലൗസ് സ്റ്റെറൈലാണ്, ഡ്രെയിൻ വാങ്ങി നൽകിയിരുന്നുവെങ്കിൽ അത് വെക്കുമായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അതിന് 800,000 പൈസ വരും. അത് ഈ യുവ വിഷിനു നൽകിയില്ല. അതുകൊണ്ടാണ് ഗ്ലൗസിന്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത്, അത് സാധാരണ ചെയ്യാറുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ജനറൽ ആശുപത്രി നൽകുന്ന ഒരു വിശദീകരണം.